ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ കൊടുങ്ങല്ലൂരിൽ ഡിവൈഎഫ്ഐ യുവജന പ്രതിഷേധം. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെയുള്ള നാഷണൽ ഹൈവേ 66ന്റെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം, യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന പൊടി ചെളി പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണം, പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ വില്ലേജ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ചന്തപ്പുരയിൽ പ്രതിഷേധ യോഗത്തോടെ സമാപിച്ചു. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് CK ഹാരിസ് അധ്യക്ഷത വഹിച്ചു. നിലവിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് NHAയോട് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നതോടൊപ്പം ഇതിൻ്റെ കരാറുകാരായ ശിവാല കമ്പനിയോടും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്. ഇതിന്ന് സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഇതേ സ്ഥിതി നിലവിൽ തുടർന്നാൽ ഡിവൈഎഫ്ഐ ശിവാലയ കമ്പനിയിലേക്കും അതോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിലേക്കും ഇതിൻ്റെ തുടർച്ചയെന്നോണം മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാടിനകത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും എന്നുകൂടിയാണ് എനിക്ക് ഈ പ്രസംഗത്തിന്റെ ഭാഗമായി പങ്കുവെക്കാനുള്ളത്. CITU ഏരിയ സെക്രട്ടറി EG സുരേന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നിവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ ചിരകാല അഭിലാഷമാണ് ഏറ്റവും നന്നായും സുഖവുമായും സഞ്ചരിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ദേശീയപാത എന്നുള്ളത്. ഐക്യജനാധിപത്യ മുന്നണി ഇട്ടെറിഞ്ഞു പോയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കുന്നതുമായ ദേശീയപാത ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം ഈ സംസ്ഥാന ഖജനാവിൽ നിന്ന് 600 കോടിയോളം രൂപ 6000 കോടിയോളം രൂപ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിട്ടാണ് ഈ വികസനം ഇവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ തലപ്പാടി മുതൽ ചെങ്കളം വരെയുള്ള ഒരു റീച്ച് മാസങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഏറ്റെടുത്തത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധം ഏറ്റവും കാര്യക്ഷമമായി ആ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് ആ ദേശീയപാത ഇന്ന് ജനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 87% പണിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അവലോകനം കൃത്യമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഗതാഗത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ അഭിപ്രായപ്പെടുന്നത് ചില മെല്ലെപ്പോക്ക് ചില കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ശിവാലയുടെ ഭാഗത്തു നിന്ന്
ജനങ്ങളുടെ പ്രയാസങ്ങൾ കാണാതെ, ബുദ്ധിമുട്ടുകൾ കാണാതെയുള്ള ഒരു സമീപനമുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഉന്നയിച്ചതുപോലെ തന്നെ അത് പെരിഞ്ഞനം കൊറ്റംകുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ സഞ്ചരിക്കുമ്പോൾ നമുക്കെല്ലാം കാണാൻ കഴിയുന്നത് ആ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KA ഹസ്ഫൽ, ജില്ലാ കമ്മിറ്റി അംഗം റീമ K, ഹമീദ്, ഹിമ, CS ഷിബിൻ, ദിപീഷ് മാധവൻ, CS റസാഖ്, KS പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഈ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ സുഗമമായി കേരളത്തിന്റെ മണ്ണിൽ പൂർത്തീകരിച്ചത് ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് ഏകദേശം 6000 രൂപ സംസ്ഥാനത്തിൽ നിന്ന് കിഫ്ബി വഴി ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഏകദേശം 8 വർഷക്കാലമായി ഈ പണി ആരംഭിച്ചിട്ടും ഈ പെരിഞ്ഞനം മുതൽ നമ്മുടെ കോട്ടപ്പുറം വരെയുള്ള ഈ ഭാഗങ്ങൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ദേശീയപാത അതോറിറ്റിയോട് സംസാരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം മനോഹരമായ റോഡുകൾ സജ്ജമായി കഴിഞ്ഞു. അവിടെയെല്ലാം ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒഴുകി കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ല അതിനൊരു ഉദാഹരണമാണ്. ആ മലപ്പുറം ജില്ലയിൽ ചെങ്കുത്തായ വളവുകളും ചെങ്കുത്തായ കയറ്റങ്ങളുമെല്ലാമുള്ള ആ പ്രദേശങ്ങളിലെല്ലാം ദേശീയപാതയുടെ നിർമ്മാണം സുഗമമായി നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.